അടുത്ത ചോദ്യം, ഈ ആനുകാലികമായിട്ട് ലോകത്തിനെമ്പാടും ഒരുപാട് സംഘർഷങ്ങളും ഇതും നടക്കുന്നുണ്ട്. പക്ഷെ എന്നും ഒരു ഭാഗത്ത് ഇസ്ലാമാണ്, എവിടെയും ഈ മതം തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ആനുകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിലെല്ലാം ഒരു ഭാഗത്ത് ഇസ്ലാമായിത്തീരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. സത്യത്തിൽ എന്താണ് സംഘർഷങ്ങൾ? ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ എന്താണ്? അടിസ്ഥാനപരമായി ഒരു സംസ്കാരങ്ങളുടെ സംഘട്ടനം അടിസ്ഥാനപരമായി ലോകത്ത് നടക്കുന്നുണ്ട്. എന്താണ് സംസ്കാരങ്ങളുടെ സംഘട്ടനം കൊണ്ട് വിവക്ഷിക്കുന്നത്? സംസ്കാരങ്ങളുടെ സംഘട്ടനം എന്ന് പറഞ്ഞാൽ ആധുനികത എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന, നമ്മൾ പറയാറുള്ളൊരു മുതലാളിത്ത സംസ്കാരം, ജീവിതത്തിൽ മൂല്യത്തിന് വിലയില്ലാത്ത, എന്തിനേയും കച്ചവടത്തിൻ്റെ കണ്ണോടുകൂടി മാത്രം നോക്കുന്ന, എല്ലാറ്റിലും സ്വാർത്ഥമായ കഴുകക്കണ്ണുകൾ മാത്രമുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരം ഒരു വശത്ത്. മറുവശത്ത് ധാർമ്മികതയുടെ സംസ്കാരം. ആ ധാർമ്മികതയുടെ സംസ്കാരവും ഈ ഭൗതികതയുടെ സംസ്കാരം തമ്മിൽ എന്നും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഇവിടെ ധാർമ്മികതയുടെ സംസ്കാരത്തിന് ആ സംസ്കാരത്തെ ഒന്നിച്ച് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഭൗതികതയുടെ സംസ്കാരം. ഇന്ന് ദൈവങ്ങൾ ഒരുപാട്, ആത്മീയതയുടെ വക്താക്കൾ ഒരുപാട്, ആത്മീയവാദികൾ ഒരുപാട്. പക്ഷെ അവരെല്ലാവരുടെയും അടിത്തറ ഈ ഭൗതിക സംസ്കാരത്താൽ ഊട്ടപ്പെട്ടതാണ് എന്നുള്ളത് സത്യം. നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന എല്ലാം ഹൈടെക് ആത്മീയതയുടെ വക്താക്കളെയാണ്. എന്താ ഈ ഹൈടെക് ആത്മീയത? മനുഷ്യർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആത്മീയ സൗഖ്യം നൽകുന്ന കുറേ ആളുകളെയും കുറേ പ്രസ്ഥാനങ്ങളെയും കുറേ ഗുരുക്കന്മാരെയും കുറേ മനുഷ്യ ദൈവങ്ങളെയും ഇത് സൃഷ്ടിച്ചു വിടുന്ന ഒരു വശത്ത്, അവരുടെ ജീവിതവുമായി അതിന് ബന്ധമുണ്ടാവാൻ പാടില്ല. ഇതാണ് പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മനുഷ്യ ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ നീ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം ആ ആത്മീയതയെ ഭൗതികത അംഗീകരിക്കും. അതേസമയം ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഭൗതികതയുടെ വക്താക്കളുടെ അവകാശങ്ങളിൽ ആത്മീയത കൈകടത്തുകയാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. ഇവിടെ ഇസ്ലാം വേറിട്ട് നിൽക്കുന്നു. ഇസ്ലാം വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഷ്ഠിക്കേണ്ട, കൃത്യമായി നിർവഹിക്കേണ്ട നിയമനിർദ്ദേശങ്ങളുണ്ട്. അവിടെ കച്ചവടത്തിൻ്റെ രംഗത്ത് എന്തുമായി പള്ളിയിൽ പോയി 5 നേരം നമസ്കരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമല്ല. അവിടെ അയാൾക്ക് കച്ചവടത്തിൽ അയാൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. വസ്ത്രധാരണത്തിൻ്റെ രംഗത്ത് എനിക്ക് എന്തുമാകാം, എന്നിട്ടോ എനിക്ക് 5 നേരം പടച്ചവൻ്റെ മുന്നിൽ കുമ്പിടുമ്പോൾ ഞാനൊരു പ്രത്യേക വസ്ത്രം ധരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന വ്യക്തിയും പൂർണ്ണരായ മുസ്ലിമല്ല. അവർക്ക് എന്തുണ്ട്? ആ വസ്ത്രധാരണത്തിൻ്റെ രംഗത്ത് കൃത്യമായ നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ രംഗത്തും, ഓരോ ജീവിതത്തിൻ്റെ രംഗത്തും വ്യക്തമായ ധാർമ്മികമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു സംസ്കാരങ്ങളുടെ സംഘട്ടനം ഇവിടെ അടിസ്ഥാനപരമായി ഇസ്ലാമും ഭൗതികതയും തമ്മിലായിത്തീരുന്നു. ഇസ്ലാമും ഭൗതികതയും തമ്മിൽ സംസ്കാരങ്ങളുടെ സംഘട്ടനം നടക്കുമെന്ന് സത്യത്തിൽ പ്രഗത്ഭരായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുൻപ് തന്നെ പ്രവചിച്ചതാണ്. മുൻപ് തന്നെ പ്രവചിച്ച കാര്യമാണത്. കാരണം ബാക്കി ഭൗതിക ദർശനങ്ങളുടെ പരാജയവും അതേപോലെ തന്നെ ഭൗതിക ദർശനങ്ങൾ ജനങ്ങൾക്ക് നൽകിയ, വിശേഷ യുവാക്കൾക്ക് നൽകിയ ഒരു പ്രതീക്ഷയുമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു വശം, മറുവശത്ത് ഈ രൂപത്തിൽ ചൂഷണാധിഷ്ഠിതമായ, സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ മുതലാളിത്ത സംസ്കാരത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം, ഇത് രണ്ടും കൂടി നടക്കുമ്പോൾ തീർച്ചയായും ഇനി ഒരു പ്രധാനമായ ആക്രമണമുണ്ടാകുക ഇസ്ലാമിക സംസ്കാരത്തിന് നേരെയാണ് എന്ന് പ്രഗത്ഭരായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുൻപ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ സത്യത്തിൽ ശത്രുവായി ഭൗതികത, അങ്ങനെയാണ് ഞാൻ പറയുക, ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യബദ്ധോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശബദ്ധോ എന്നല്ല, മറിച്ച് പൊതുവായ ഭൗതികത, അത് പ്രത്യേക സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൗതികത. ഈ ഭൗതികത ഇസ്ലാമിനെ ശത്രുവായി കാണുകയും ഇസ്ലാം ടെററിസമാണ് എന്ന്, ഇസ്ലാം ഈ ഭീകരതയാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം മെനഞ്ഞെടുക്കുകയും ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മീഡിയ എന്ന ആയുധം ഇസ്ലാമിന് നേരെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി.
അങ്ങനെ തിരിഞ്ഞു നിന്നപ്പോൾ ഇസ്ലാമിക ലോകത്തെ പൂർണ്ണമായി ഒരു ഭീകരതയാണ് ഇസ്ലാമിക ലോകത്ത് പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെ ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായി. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം ഏതാണ് എന്ന ചോദ്യത്തിന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, വിശേഷിച്ച് മീഡിയ രംഗത്തെ വിദഗ്ധന്മാർ നൽകുന്ന ഉത്തരം മീഡിയയാണ് മുതലാളിത്തത്തിൻ്റെ അതിശക്തമായ ആയുധം എന്നാണ്. ആറ്റം ബോംബ് സർവ്വസംഹാരിയാണെങ്കിൽ, ന്യൂട്രോൺ ബോംബ് ജീവനുള്ള വസ്തുക്കളെ മാത്രം നശിപ്പിക്കുന്നതാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റ് ബോംബുകൾക്കെല്ലാം അവയുടേതായ കഴിവുകളുണ്ടെങ്കിൽ, അതിമാരകമായ മീഡിയ എന്ന ആയുധം മനുഷ്യൻ്റെ ആത്മാവിനകത്തേക്ക് കയറി ചെന്ന് അവൻ്റെ ശത്രുവാക്കി മാറ്റുന്നു എന്നാണ് മീഡിയ രംഗത്തെ വിദഗ്ധന്മാർ സൂചിപ്പിക്കുന്നത്. ഈ മീഡിയ എന്ന ആയുധം പ്രത്യേകമായി മുസ്ലിങ്ങളുടെ നേരെ തിരിച്ചു വെക്കുകയും അങ്ങനെ ഒരു പ്രത്യേകമായ ഡബിൾ സ്റ്റാൻഡേർഡുകൾ പഠിപ്പിച്ച്, ഇരട്ട അളവുകോലുകൾ പഠിപ്പിച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി തന്നെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞ ഒരു 8-10 പതിറ്റാണ്ടുകളായി. ഈ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞ ഇസ്ലാം ടെററിസമാണ് എന്നുള്ള വാദം കടന്നു വരുന്നത്. ആ ഒരു ബോധം കടന്നു വരുന്നത്, ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം ഇസ്ലാമാണ് എന്നുള്ള വിചാരം കടന്നു വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മീഡിയ നമ്മുടെ എല്ലാം മനസ്സിൽ തന്നെ ഉണ്ടാക്കുന്ന ഇരട്ട അളവുകോലുകളെ കുറിച്ച്. മീഡിയ നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ഇരട്ട അളവുകോലുകൾ എത്രത്തോളാണ്? ഇപ്പോൾ കാൾ മാർക്സിൻ്റെ താടി കണ്ടാൽ നമ്മൾ അത് ബുദ്ധിജീവനത്തിൻ്റെ താടിയായി മനസ്സിലാക്കും. മീഡിയ നമ്മളെ മനസ്സിൽ തരുന്ന ഇരട്ട അളവുകോലുകളാണ് ഞാൻ പറയുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ്റെ താടി കണ്ടാലോ അത് അദ്ദേഹത്തിൻ്റെ ഭൗതികതയുടെ തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കും. അതേ താടി വെച്ച ശാസ്ത്രജ്ഞൻ ഒരു മുസ്ലിം ആണെങ്കിലോ അത് ഫണ്ടമെൻ്റലിസത്തിൻ്റെ ചിഹ്നമായി നമ്മൾ മനസ്സിലാക്കും. ഒരേ ഡ്രസ്സ് കന്യാസ്ത്രീ ധരിക്കുമ്പോൾ അത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. അതേ ഡ്രസ്സ് ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ അത് ജഡത്വത്തിൻ്റെയും പിന്നോക്കത്തിൻ്റെയും അറിവില്ലായ്മയുടെയും പ്രതീകമാണ്. ബോംബ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉണ്ടാക്കുമ്പോൾ ഇസ്ലാമിക ബോംബാണ്. അതേ ബോംബ് അമേരിക്കയും യൂറോപ്യൻ നാടുകളും ഉണ്ടാക്കുമ്പോൾ അത് മാനവികതയുടെ ബോംബാണ്. ഒരേ സാധനമാണ്, പക്ഷേ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2ാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമ നാഗസാക്കികളിൽ വീണ ആറ്റം ബോംബുകളെ കുറിച്ച്. എന്തേ സഖ്യകക്ഷികൾ ജർമ്മനിയും ഇറ്റലിയുമായിരുന്നിട്ടും, ആ സഖ്യകക്ഷികളിലെ പ്രധാനികൾ ജർമ്മനിയും ഇറ്റലിയുമായിരുന്നിട്ടും, ആ പ്രധാനികളായ സഖ്യകക്ഷികളുടെ ഇറ്റലിയിലെ ഏതെങ്കിലും ഒരു നഗരത്തിലോ ജർമ്മനിയിലെ ഏതെങ്കിലും ഒരു നഗരത്തിലോ ആറ്റം ബോംബിടാതെ ജപ്പാനിൽ ആറ്റം ബോംബിടുവാൻ പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്തായിരുന്നു എന്ന് ഇന്നും അനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റലിയിലും ജർമ്മനിയിലുമുള്ള യൂറോപ്യന്മാരായ വെളുത്ത തൊലിയുള്ള കത്തോലിക്കരായ പ്രൊട്ടസ്റ്റന്റുകാരായ സത്യക്രിസ്ത്യാനികൾ അവർ മരിക്കേണ്ടതില്ല എന്നും, ജപ്പാനിലെ ഏഷ്യക്കാരായ ബുദ്ധമത വിശ്വാസികൾ അവർ മരിച്ചു കൊള്ളട്ടെ എന്നും തീരുമാനിച്ച ആ മഹാചിന്തക്ക് നാം മാനവികത എന്ന് പേരിട്ട് വിളിക്കുകയാണ്. അവിടെയാണ് ഇരട്ട അളവുകോലുകൾ ശ്രദ്ധേയമാകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെ ഒരു കൂട്ടർ ചെയ്യുമ്പോഴൊന്നും മറ്റൊരു കൂട്ടർ ചെയ്യുമ്പോൾ വേറൊന്നുമായി മാറുന്നു നമ്മുടെ മീഡിയകളിലൂടെ കടന്നു വരുമ്പോൾ. അതുകൊണ്ട് ഈ മീഡിയ പഠിപ്പിക്കുന്ന ഒരു തെറ്റായ പ്രചാരണമാണ് സത്യത്തിൽ ഇസ്ലാമാണ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളത്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എവിടെയാണ് ഇസ്ലാം പ്രശ്നമുണ്ടാക്കിയത്? എവിടെയാണ് 2 തലത്തിൽ നിൽക്കുമ്പോൾ ഇസ്ലാം പ്രശ്നമുണ്ടാക്കിയത്? നമുക്ക് ഏറ്റവും പരിചയമുള്ള പലസ്തീൻ തന്നെ എടുക്കാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്ഥലമാണല്ലോ, ഏറ്റവും അധികം ഇന്ന് പ്രശ്നങ്ങൾ നടക്കുന്ന പ്രദേശമാണല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? പലസ്തീനികൾ നൂറ്റാണ്ടുകളായി തങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ച് ജീവിച്ച് വളർന്ന തങ്ങളുടെ സ്വന്തം മണ്ണിൽ നിന്ന് ഒരു ദിവസം അടിച്ചിറക്കപ്പെടുകയും അവർക്ക് മണ്ണ് നഷ്ടപ്പെടുകയും അവർക്ക് സ്വന്തം രാജ്യം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ, ആ രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് നേരെ അവരെ അടിച്ചിറക്കിയ കുങ്കാണിമാർ, ആ കുങ്കാണിമാർക്ക് ആയുധം നൽകിക്കൊണ്ടും അതേപോലെ തന്നെ അവർക്ക് ശക്തി പകർന്നുകൊണ്ടും ലോകത്തെ സാമ്രാജ്യത്വം നിലനിന്നപ്പോൾ ഇവർ മറ്റ് രാജ്യങ്ങൾ, ഈ രൂപത്തിലുള്ള ഭീകരത ലോകത്ത് വളർത്തിയ രാജ്യങ്ങൾ, അവർ ഈ പാവപ്പെട്ട പലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ
മീഡിയകൾ, ലോകം ഭീകരത എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? നമുക്കറിയാം, പാവപ്പെട്ട പലസ്തീനികൾ, ആ പലസ്തീനി കുട്ടികൾ തങ്ങളുടെ കവണകളിൽ കല്ലുകളാക്കി എറിയും, കല്ലുകളുണ്ടാക്കി ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ അത് ഭീകരതയാണ്. അതേസമയം ഇസ്രായേൽ എന്ന മഹത്തായ മാനവിക രാഷ്ട്രം ആ പാവപ്പെട്ട കുട്ടികൾക്ക് നേരെ ബോംബെറിയുമ്പോൾ അത് മാനവികതയ്ക്ക് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ മീഡിയ നമ്മളെ പഠിപ്പിച്ച മുദ്രാവാക്യം. ലോകത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക, പ്രശ്നങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലധികവും ഇതേ രൂപത്തിലുള്ള സാംസ്കാരിക അധിനിവേശത്തിൻ്റെതാണ്. ഈ സാംസ്കാരിക അധിനിവേശത്തിന് കാരണം, സാംസ്കാരിക അധിനിവേശം നടക്കുമ്പോൾ അവിടെ പ്രതിരോധപരമായി നിലകൊള്ളുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എടുത്തു നോക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കയറിയതല്ല, മറിച്ച് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും തന്നെയാണ് ബ്രിട്ടീഷുകാർ മെല്ലെ മെല്ലെ ഭരണം ഏറ്റെടുത്തത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണം മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായി അതൊരു സാംസ്കാരിക കടന്നാക്രമണമായിരുന്നു. അതിന് ഒരു ആദർശപരമായ അടിത്തറയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അതിന് നേരെ പ്രതിരോധിക്കുക അനിവാര്യമായി തീർന്നു, അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി. അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെത്തിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണം വഹാബി പ്രസ്ഥാനമാണ് എന്ന് ആ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അത് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മുന്നോട്ട് പോയത്, ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നമുക്ക് വേണമെങ്കിൽ ഇന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അന്ന് വിളിച്ചിട്ടുണ്ടാകും അതിനെ ഭീകരത എന്നും അതിനെ ഗറില്ല യുദ്ധമുറകൾ എന്നെല്ലാം ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകും. ഇതിന് കാരണം അടിസ്ഥാനപരമായി മതം ഒരു ചോദനയും പ്രചോദനവുമായി നിലകൊള്ളുന്ന സമൂഹങ്ങളിൽ സാംസ്കാരികമായ അധിനിവേശം അസാധ്യമായി തീരുമ്പോൾ അവരെ നശിപ്പിക്കുവാൻ വേണ്ടി സാമ്രാജ്യത്വം പരിശ്രമിക്കുന്നു എന്നുള്ളത്. ഏത് പ്രദേശം എടുത്തു നോക്കുക, ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങൾ, ചെച്നിയയായിരുന്നാലും ബോസ്നിയയായിരുന്നാലും ഏത് പ്രദേശം എടുത്തു നോക്കിയാലും അധിക പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുക ഈ സത്യമാണ്. മതം അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന കാര്യമായി നിൽക്കുകയും സാംസ്കാരിക അധിനിവേശത്തിന് സന്നദ്ധമായി സാമ്രാജ്യത്വം പരിശ്രമിക്കുമ്പോൾ അവർ സ്വാഭാവികമായി അവരുടെ നിലനിൽപ്പിന് വേണ്ടി കിട്ടുന്ന കല്ലെടുത്തെറിയുകയും ചെയ്യുന്നു. അവരെ പ്രതികളാക്കി, അവരെ ഭീകരവാദികളാക്കി, അവരെ വർഗീയവാദികളാക്കി, അവരെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കുവാൻ മീഡിയ പരിശ്രമിക്കുന്നു. ഇതാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, അഫ്ഗാനിസ്ഥാനിൽ നടന്ന യുദ്ധത്തിൻ്റെ സമയത്ത് സെപ്റ്റംബർ 11 നടന്ന ആക്രമണം, ആ ആക്രമണത്തെക്കാൾ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത്, അതല്ലെങ്കിൽ പെൻറ്റഗൺ കുലുങ്ങിക്കളഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? ഖത്തർ എന്നൊരു ചെറിയ രാജ്യം അൽ ജസീറ എന്ന ഒരു ചെറിയ മീഡിയ തുടങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചപ്പോൾ, ഇവർ കൊടുക്കുന്ന അറിവല്ലാത്ത അറിവ് ലോകത്തെക്കുറിച്ച് ഞങ്ങൾ ലോകത്തിനൊന്ന് നൽകട്ടെ എന്ന് തീരുമാനിച്ചപ്പോഴേക്ക് ഒന്നിച്ച് സാമ്രാജ്യത്വം വിറക്കായിരുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, മീഡിയ എന്ന ആയുധത്തെ തങ്ങളുടെ കുത്തകയാക്കി വെക്കുവാനും തങ്ങൾക്കെതിരുള്ളവരെയെല്ലാം പട്ടി എന്ന് വിളിച്ച് പേപ്പട്ടി എന്ന് എതിരുള്ളവരെ വിളിച്ച് തല്ലിക്കൊല്ലുക എന്ന പഴയ പഴമൊഴിയെപ്പോലെ ഇതേപോലെ തല്ലിക്കൊല്ലുവാനുമുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ലോകത്ത് ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നത് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സമരങ്ങൾ നടക്കുന്നുണ്ട്. ആന്ധ്രയിൽ സമരം നടക്കുന്നുണ്ട്, ബോഡോലാൻഡിൽ സമരം നടക്കുന്നുണ്ട്. ഈ സമരങ്ങളെല്ലാം ഓരോ പ്രത്യേക വിഭാഗങ്ങളാണ് താനും അതിലുള്ളത്. പക്ഷെ അവരെക്കുറിച്ച് ആരും ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളെന്നോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടമെൻ്റലിസ്റ്റുകളെന്നോ വിളിക്കാറില്ല. ഇതേപോലെ തന്നെ ബ്രിട്ടനിൽ നടക്കുന്ന സമരമുണ്ട്, നമുക്കറിയാം. ആ ബ്രിട്ടനിൽ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത്. പക്ഷേ അതിനെ കത്തോലിക്ക തീവ്രവാദികളെന്നോ പ്രൊട്ടസ്റ്റന്റ് ഭീകരവാദികളെന്നോ ആരും വിളിക്കാറില്ല. എന്തുകൊണ്ടാണത്? ഇതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ എന്താണ്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ്. ആ തെറ്റിദ്ധരിപ്പിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മീഡിയയുടെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ യജ്ഞത്തിൽ വശംവദരായി ചിലരെങ്കിലും, ചില മുസ്ലിങ്ങളും ഈ രൂപത്തിൽ ചിന്തിക്കുന്ന അവസ്ഥയിലെത്തുകയും അതിന് ഫലമായി ഇതാണ് മാർഗമെന്ന് വിചാരിക്കുന്ന സായുധമായ സമരം വഴിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും പരിഹാരം കണ്ടെത്തുവാൻ കഴിയുക എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ചില സമൂഹങ്ങളിലെങ്കിലും നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോലും ആത്യന്തികമായ കാരണം മീഡിയ നടത്തുന്ന ഈ പ്രചാരണങ്ങളാണ് എന്നുള്ളതാണ് സത്യം.
അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള തീവ്രവാദപരമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സത്യം വിസ്മരിക്കാതിരിക്കുമ്പോൾ തന്നെ ആ തീവ്രവാദപരമായ മുന്നേറ്റങ്ങളുടെ പോലും സൈദ്ധാന്തികമായ താത്വികമായ കാരണങ്ങൾ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പ്രായോഗികമായ കാരണങ്ങൾ കടന്നു ചൊല്ലുമ്പോൾ ഈ സമൂഹത്തെ ഇങ്ങനെ തീവ്രവാദികളാക്കി മാറ്റുവാൻ, ഭീകരവാദികളാക്കി മാറ്റുവാനും, അങ്ങനെ അവർ ഭീകരരെന്ന പോസ്റ്റർ ഒട്ടിച്ച് അവരെ തല്ലിക്കൊല്ലുവാനും വേണ്ടിയുള്ള മീഡിയയുടെ സാമ്രാജ്യത്വത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്ന പാവം ഇരകൾ മാത്രമാണ് അത്തരം സംഘങ്ങളും സംഘടനകളും നേതാക്കളും എന്നുള്ള സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇസ്ലാമിന് സേവനവും മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷയുമെല്ലാമാണ് പറയാറുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ സമുദായത്തെ തന്നെ ബലിക്ക് കൊടുക്കുകയാണ് എന്നുള്ള സത്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാം എവിടെയും ഭീകരത പറഞ്ഞിട്ടില്ല, ഇസ്ലാം എവിടെയും വർഗീയത പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം സമാധാനത്തിൻ്റെ ആദർശപാട്. പക്ഷേ ഈ സമാധാനത്തിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ശത്രുക്കളായി കണ്ട് ആ ശത്രുതയുടെ അടിസ്ഥാനത്തിൽ അവരെ തല്ലിക്കൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ട്, കല്ലുകളെ കൊണ്ട് തിരിച്ചറിയുമ്പോൾ ആ കല്ലുകൾക്ക് നേരെ മാത്രം ഫോക്കസ് ചെയ്ത് ഇതാ വർഗീയത, ഇതാ ഭീകരത എന്ന് പറയുന്ന നയം വളർത്തിയെടുക്കുകയാണ് ഈ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമൂലമാണ് ഈ തെറ്റിദ്ധാരണകൾ നല്ലൊരു ശതമാനം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാരണങ്ങളുമുണ്ട് എന്നാണ് ആ വിഷയമായി എനിക്ക് സൂചിപ്പിക്കുന്നത്.